ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു ഡേ മൈ ലൈഫ് ചെയ്യാം. ആദ്യം ചായ ഇടാം. കുക്കിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് പുറത്തു പോകാനുണ്ട്. അതെല്ലാം ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ചായ ഇട്ട് കുടിച്ചതിന് ശേഷം ബാക്കി പണി ചെയ്യാമെന്ന് വിചാരിച്ചു. 2 കപ്പിലേക്ക് ഒഴിക്കുന്നത് മോൾക്കും കൂടി വേണ്ടിയിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരിയാണ് തയ്യാറാക്കുന്നത്. ചോറ് അടുപ്പയിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാം. ക്യാരറ്റും പയറുമാണ് തോരൻ ഉണ്ടാക്കുന്നത്. ക്യാരറ്റും പയറും, ഒരു വല്യുള്ളി, 4 പച്ചമുളകും, 2 വറ്റൽമുളകും, കറിവേപ്പിലയും ഉപ്പും എല്ലാം ചേർത്ത് ഇളക്കി ചെറിയ സിമ്മിലിട്ട് വേവിക്കാൻ വയ്ക്കാം. തോരൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് പച്ചക്കറി തയ്യാറാക്കാം. ആദ്യം ഒരു മൺചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവയും കടുവും പൊട്ടിക്കുക. ഒരു വല്യുള്ളിയും ഒരു 5 പച്ചമുളകും, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും, വെണ്ടയും, 2 തക്കാളിയും, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കുക. അതിലേക്ക് വാളൻപുളി പിഴിഞ്ഞ് വയ്ക്കാം. ഇതുപോലെ വെണ്ട കറി വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കണേ, നല്ല ടേസ്റ്റുള്ള കറിയാണ്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് അത് വേവിക്കാൻ വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് തോരനിലേക്കുള്ള തേങ്ങ ഇടാം. തേങ്ങ ചതച്ച് വെച്ചതാണ് ചേർത്തത്. വെജിറ്റബിൾസ് വെന്ത് അതിലേക്ക് തേങ്ങ അരച്ച് ഒഴിച്ചിട്ടുണ്ട്. കറിവേപ്പിലയും ചേർത്ത് ഇറക്കി വയ്ക്കാം. ഇനി നമുക്ക് ചെമ്മീൻ കറി വയ്ക്കാം. ഒരു മൺചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് ഉലുവ പൊട്ടിയതിന് ശേഷം അതിലേക്ക് വല്യുള്ളി ഇടുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും, 2 തക്കാളിയും, പച്ചമുളകും, കറിവേപ്പിലയും എല്ലാം ചേർത്ത് നല്ലപോലെ വഴറ്റുക. ഇനി നമുക്ക് മസാലകൾ ചേർക്കാം. 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീനും ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അതിലേക്ക് വാളൻപുളി പിഴിഞ്ഞ് വയ്ക്കാം. ചെമ്മീൻ വെന്ത് കുറുകിയതിന് ശേഷം അതിലേക്ക് തേങ്ങ അരച്ച് വയ്ക്കാം. ചെമ്മീൻ കറിയും റെഡി. ഇനി എനിക്ക് പയ്യോളിയിലേക്കൊന്ന് പോവാനുണ്ട്. കുറച്ച് സാധനങ്ങൾ മേടിക്കാനാണ്. ഞാൻ മേടിച്ച സാധനങ്ങളാണിത്. ഒരു ഭരണിയും ഒരു പാത്രവും, അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ. സബ്സ്ക്രൈബ് ചെയ്യണേ.